ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 7, നമ്മുടെ ഓണത്തിനോടനുബന്ധിച്ചുള്ള നാലോണം എന്നൊക്കെ പറയുന്ന ചതയത്തിൻ്റെ ദിവസമാണ് ഇന്ന്. നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പുതുക്കാടുള്ള കുറുമാരി ക്ഷേത്രത്തിലേക്കാണ്. നമ്മുടെ തട്ടകം എന്നൊക്കെ പറയുന്ന അമ്പലമാണത്. അമ്പലത്തിലേക്കാണ് പോകുന്നുണ്ടെങ്കിലും ഇത് മൊത്തത്തിലൊരു ഭക്തി വീഡിയോ ഒന്നല്ല കേട്ടോ. ഞങ്ങൾ പോകുന്ന അമ്പലവും ഞങ്ങൾ പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരുന്നു, അത്രയേ ഉള്ളൂ. ഞാനുണ്ട്, ദച്ചുണ്ട്, അനിയനുണ്ട്, ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്, അച്ഛനുണ്ട്. അമ്മ വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കുറുമാലിക്കാവിലെത്തി. ഇവിടെ ഭഗവതിയാണ് പ്രതിഷ്ഠ. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് എറണാകുളം പോകുന്ന റൂട്ടിലെ പുതുക്കാട് ഹൈവേയോട് ചേർന്നിട്ടാണ് നമ്മുടെ ഈ അമ്പലം വരുന്നത്. അപ്പം ഞാൻ എന്തായാലും ഉള്ളിൽ കയറിയിട്ട് ഒന്ന് തൊഴുതിട്ട് വരാം. നമ്മൾ ഉള്ളിൽ കയറാൻ പോകുന്ന സമയത്ത് ഇവിടെ ഇതുപോലെ ഒരു വലിയൊരു പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. ചതയത്തിൻ്റെ അന്നാണെന്ന് പറഞ്ഞല്ലോ. ഇത് വീഡിയോ കാണുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇത് ഓണത്തിൻ്റെ വീഡിയോ ആയതുകൊണ്ടാണ് ഇവിടെ പൂക്കളം കാണുന്നത്. അപ്പം നമ്മൾ ഉള്ളിൽ തൊഴുത് കഴിഞ്ഞു. പിന്നെ പുറത്ത് 1-2 സ്ഥലത്ത് തൊഴാനുണ്ടായിരുന്നു, അതും കഴിഞ്ഞു. പിന്നെ ഇതാ ഇപ്പോൾ പ്രസാദമൊക്കെ വാങ്ങിച്ച് അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഞാനും ചേച്ചിയും ചേട്ടനും കൂടെ തൊഴുത് വരുമ്പോഴേക്കും അനിയനും അച്ഛനും ദച്ചും ഓൾറെഡി കാറിൽ കയറി റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ പോകാനായിട്ട്. അങ്ങനെ നമ്മൾ കുറുമാലിയിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ പെരിങ്ങോട്ടുകരയുള്ള ആവണങ്ങാട്ടിലെ വിഷ്ണുമായ കളരി എന്ന് പറയുന്ന ആ അമ്പലത്തിലേക്കാണ്. അങ്ങനെ നമ്മളിതാ ടോൾ പ്ലാസയുടെ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ടോൾ വിരിക്കാത്തതുകൊണ്ട് ഇവിടെ വലിയ ബ്ലോക്കൊന്നുമില്ല, നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ ടോൾ പ്ലാസയും കൂടെ ആഡ് ചെയ്തത്. ഇനി കുറച്ച് കഴിയുമ്പോൾ ടോൾ പിരിച്ചോളുകയാണെങ്കിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ എപ്പോഴും ഇവിടെ ബ്ലോക്ക് ആയിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ റോഡിൻ്റെ 2 സൈഡിലും അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച കാണുന്നുണ്ട് കേട്ടോ. സാധാരണ ഞങ്ങൾ ഈ വഴിക്കല്ല വരാറ്, ഞങ്ങൾ പുതുക്കാട് കൂടിയിട്ടാണ് വരാറ്. നമ്മുടെ അവിടെ നിന്ന് വരുമ്പോൾ അതാണ് കുറച്ചുകൂടെ എളുപ്പം. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ പോകുന്ന സമയത്ത് നമ്മൾ ആ വഴിക്ക് പോയപ്പോൾ അവിടെ എവിടെയോ ഒരു സ്ഥലത്ത് കുറച്ച് പാലം പണിയും കല്ലൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ചധികം കഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ വഴിയൊക്കെ മാറി വേറൊരു വഴി കൂടെയൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അന്ന് നമ്മൾ 2 വീലറിലായിരുന്നു, പക്ഷേ ഇപ്പോൾ കാറിലാകുമ്പോൾ ഒട്ടും ആ വഴി കൂടെ പോകാനും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം അമ്മാടം കൂടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്താണ് ഇതുപോലെയുള്ള നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകൾ കാണാൻ പറ്റിയത്. ആ പണി തീർന്നോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ പ്രാവശ്യം റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ റൂട്ടൊന്ന് മാറ്റി പിടിച്ചു. അപ്പോൾ നമ്മളിത് അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. നമ്മൾ ഈ വഴിക്ക് വന്നതുകൊണ്ട് തന്നെ നമ്മൾ വേറെ അമ്പലങ്ങളൊന്നും കണ്ടിട്ടില്ല. നമ്മൾ മറ്റേ വഴിക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ നമ്മൾ 1-2 ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളൊക്കെ കാണാറുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ചുള്ളിൽ കയറിയിട്ടാണ് അമ്പലം. അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്നതോറും നല്ല രസമാണ് കേട്ടോ കാണാൻ. നിറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയുള്ളൊരു അമ്പലമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് വണ്ടി ഒന്ന് പോയി പാർക്ക് ചെയ്തിട്ട് വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാനുണ്ട്. ഈ കാണുന്നതാണ് അമ്പലം. ഇതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഈ തൊഴുത് വന്നിട്ട് ബാക്കി പറയാം. അങ്ങനെ ഞങ്ങൾ തൊഴുത് ഇറങ്ങി. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. സാധാരണ ദിവസങ്ങളിൽ വരുമ്പോൾ തിരക്കുണ്ടാവാറുണ്ട്, പക്ഷേ ഇതുവരെ ഞാൻ വന്നിട്ടും ഇത്രയും തിരക്ക് കണ്ടിട്ടില്ല. അവിടെ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക്. അത് എല്ലാ ദിവസവും ഉണ്ട്, പക്ഷെ നമ്മൾ കഴിക്കാനായിട്ട് നിന്നില്ല, നമ്മൾ തിരിച്ചു പോരാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും ടോൾ പ്ലാസ എത്തിയിട്ടുണ്ട്. നമുക്ക് ടോളിൻ്റെ അവിടെ ബ്ലോക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ആമ്പലത്തിൽ എത്തിയപ്പോൾ ചെറിയൊരു ബ്ലോക്കൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആമ്പലൂരത്ത് ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വീടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഓണത്തിൻ്റെ എന്തോ ഒരു ചെറിയ പരിപാടിയൊക്കെ ഇതിൽ പോകുന്നുണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഓണത്തിൻ്റെ പരിപാടികൾ ഇന്ന് നൈറ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെയാണ് ഈ മാല ബൾബുകളൊക്കെ. നമ്മളിപ്പോൾ വീട് എത്താറായിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടുള്ള അമ്പലമുണ്ട്. ഇവിടെയാണ് ഇന്നത്തെ പരിപാടികളൊക്കെ നടക്കുന്നത്. ഈ പരിപാടികളുടെ വീഡിയോ ഒക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.